വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെ സിപിഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മൂന്നാറിൽ സെമിനാർ സംഘടിപ്പിച്ചു. സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ മോഡറേറ്ററായ സെമിനാറിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളും വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. ഇടുക്കിയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം സാധ്യമോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഓരോ വനത്തിലെയും മൃഗങ്ങളുടെ വാഹകശേഷി കണ്ടെത്തണം. വാഹകശേഷിക്കനുസരിച്ച് വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമീകരിക്കേണ്ടതുണ്ട്. അത് ഇന്ത്യയിലും പ്രായോഗികമായി നടപ്പിലാക്കണമെന്ന് മുൻ എംപി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു. അങ്ങനെ ഓരോ മൃഗങ്ങൾക്കും ഒരു കാട്ടിൽ എത്ര കടുവ, എത്ര മൃഗങ്ങൾക്ക് നിൽക്കാൻ പറ്റും, അതിനാവശ്യമായിട്ടുള്ള മറ്റ് മൃഗങ്ങളുടെ വാഹക ശേഷി, എത്ര മൃഗങ്ങൾ വേണം, പുലി എത്ര, മാൻ എത്ര വേണം, മുയൽ എത്ര വേണം, മറ്റ് മൃഗങ്ങൾ എത്ര വേണം, ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ക്യാരിയിങ് കപ്പാസിറ്റി അസസ് ചെയ്യണം. വനം വന്യജീവി നിയമത്തിൽ കാലോചിതമായ മാറ്റമുണ്ടാക്കി നിയമനിർമ്മാണം നടത്തണമെന്ന് DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ. അതിപ്പോ കേന്ദ്രമായാലും കേരളത്തിലായാലും നിയമം നിർമ്മിക്കാൻ അവകാശമുള്ളവർ കാലോചിതമായി അത്തരം നിയമങ്ങളെ കുറിച്ച് പഠനം നടത്തുകയോ അത്തരം നിയമങ്ങളെ കുറിച്ച് പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടാവുന്നുണ്ട് ഈ രാജ്യത്ത് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ശാശ്വത പരിഹാരം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആനകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കണമെന്ന് മാധ്യമപ്രവർത്തകനായ ലാൽകൃഷ്ണൻ. ഫയർഫോഴ്സ് ഇപ്പൊ നമ്മൾ ഒരു മൊത്തത്തിലൊരു മാറ്റമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ ദുരന്ത നിവാരണ നിയമത്തിന്റെ പരിധി വരുന്നത് തന്നെ ഇപ്പോ എല്ലാ വകുപ്പുകളുടെ ഒരു സംയോജനമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ സീനിയർ ലെവൽ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് കൂടി കഴിഞ്ഞു. ഇനി ആ കമ്മിറ്റി, ആ ഉദ്യോഗസ്ഥർ എന്ന കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത്. അതായത് പണ്ടത്തെ പോലെ പൂർണ്ണമായിട്ടും വനംവകുപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് കൈകാര്യം ചെയ്യാൻ സ്റ്റേറ്റ് ഇപ്പൊ തയ്യാറാണ്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ശാശ്വത പരിഹാരമായി വനത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും ഉറപ്പാക്കുകയും ചെയ്ത വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിലനിർത്തുക എന്നതാണെന്ന് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ S. വിനോദും പ്രതികരിച്ചു. കുറച്ചു നാൾ മുമ്പ് വരെ വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഈ സമീപകാലത്തായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ പോയി ഐക്യരാഷ്ട്രസഭയുടെ യോഗം ചെയ്യേണ്ട കാര്യമില്ല. കാട്ടിൽ പറ്റില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തീറ്റ കിട്ടുന്നതുകൊണ്ട് നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിൻ്റെ പറമ്പിലും പഞ്ചായത്തിലും പരിസരത്തുള്ള സാധനങ്ങളൊക്കെ ഇവർ തിന്നുന്നു. അപ്പൊ അതിനെന്താ പരിഹാരം എന്നുള്ളതാണ്. CPI സംസ്ഥാന കൗൺസിൽ അംഗം MY ഔസഫ് അധ്യക്ഷത വഹിച്ചു. CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ സ്വാഗതം ആശംസിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P. മുത്തുപ്പാണ്ടി, CPI നേതാക്കളായി GN ഗുരുനാഥൻ, ജയാമധു, KM ഷാജി, T. ഗണേശൻ, P. പളനിവേൽ അടക്കമുള്ള നേതാക്കന്മാരും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ.